ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയിലുമായിട്ടുള്ള നല്ല അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ മുട്ടയെല്ലാം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് കുറച്ച് ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ആ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പോട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയെല്ലാം ഒന്ന് ഈ ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ആ ഒരു കളർ ചേഞ്ച് വരുന്നിടം വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ആ ഓയിലിലോട്ട് തന്നെ നമുക്ക് സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. സവാള എല്ലാം ഒന്ന് വാടി ഒന്ന് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാഷ്യൂവിൻ്റെയും ബദാമിൻ്റെയും പേസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കസൂരി മേന്തിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീമും ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഗ്രേവി എല്ലാം നല്ല കുറുകിയിട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും ബദാമും ക്രീമും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതെല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.